പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം
കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുടക്കി പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിത നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം തുടങ്ങിയ കാലത്തിലെ 1987 എന്നൊക്കെ ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഈ ആൾക്കാർക്ക് ഇന്ന് പത്രത്തിൻ്റെ ചീട്ട് പോലെ അന്നൊരു ചീട്ടുണ്ടായിരുന്നു. അതിന്മേൽ ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനം ഇതാണ്. എന്താണ്? യെശയ്യാ 50:4. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ ആൾക്കാർക്ക് നമ്മൾക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും. വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ വാക്കിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവന് ആശ്വാസം കിട്ടും. അപ്പോൾ വാക്കിലൂടെയാണ് ആശ്വാസം വരേണ്ടത്. ഇപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും, ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? എങ്ങനെ ആശ്വസിപ്പിക്കണത്? മത്തായി 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതാണ് വിഷയം. അല്ല, ആശ്വാസം ഇങ്ങനെ അരക്കല് തൂക്കി തരികയല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു തരികയല്ല കുടിക്കാൻ വേണ്ടി. എന്നിൽ നിന്ന് പഠിക്കുവേൻ. കർത്താവ് വചനത്തെ മാംസമായ ആളാണ്. ആ വചന മാംസമായ ആള് ഈ ഭൗതികമായ സാഹചര്യത്തിൽ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകളാണ് ശരിക്കും വചനാധിഷ്ഠിതമായ നിലപാട്. അതാണ് നമുക്ക് ആശ്വാസം തരേണ്ടതെന്നാണ് പറഞ്ഞത്. ആ വചനാധിഷ്ഠിതമായ നിലപാട്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൽ നിന്ന് പഠിക്കണതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ശാന്തശീലനാണെന്ന്. ഇപ്പം വ്യഗ്രത, ഇപ്പം ഈശോയുടെ വാക്ക് പറഞ്ഞില്ലേ, ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. മത്തായി 5:5. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലരാണെങ്കിൽ അവർ ബ്ലെസ്സഡ് ആണ് എന്നാ പറയണേ. അവർ ഭൂമി അവകാശമാക്കും. അപ്പൊ ഇതിന്റെ ഒരു ഷാഡോ വേർഡ് ഉണ്ടേ. ശാന്തശീലർ ബ്ലെസ്സഡ് ആണ്. അപ്പൊ കർത്താവ് വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഈ ശാന്തശീലർ എന്ന് പറയുമ്പോൾ, അവർ അനുഗ്രഹമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ശപിക്കപ്പെട്ടവരെ എന്ന് പറയും. അതെന്താണ്? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് പറയും. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരിക പറയുന്നതും കർത്താവാണ്. ശപിക്കപ്പെട്ടവരെ അകന്നു പോകാൻ പറയുന്നതും കർത്താവാണ്. അപ്പം അടുത്ത് പറയണത് എന്താണ്? ശാന്തശീലർ അനുഗ്രഹരാകുന്നു എന്ന് പറയും. എന്താ കാര്യം? ശാന്തശീലർ ഭൂമി കൈവശമാക്കും. എന്താ ഭൂമി എന്ന് വെച്ചാൽ ലക്ഷ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം കൈവശമാക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ സ്ലോ ആയിരിക്കും. അതെന്താ കാരണം? ഇപ്പോൾ OET പരീക്ഷ എഴുതിയ ആൾക്കാർ അവർ റിസൾട്ട് നോക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത കൊണ്ട്, അല്ലേ, പഠിക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത, എന്തുമാത്രം ആൾക്കാരോട് കോമ്പറ്റീറ്റ് ചെയ്താണ് അവർ പഠിക്കണത്. എന്നിട്ട് ദൈവത്തോട് നമ്മൾ അതിൻ്റെ IELTS സ്കോർ, ഇംഗ്ലണ്ട് സ്കോർ, അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ സ്കോർ വെച്ച് പഠിക്കുക.
പക്ഷേ ഇപ്പോൾ ഈ IITs OIT ഒക്കെ ചിലത് വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുക. ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാരെടുക്കാൻ തുടങ്ങണം. അപ്പം ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു 3 മാസം മുമ്പ് തന്നെ IITsഉം ഈ രാജ്യത്തിൻ്റെ വാതിലിനെ അടക്കാൻ പോണ ദൈവത്തിന് അറിയാതില്ല. അപ്പം ദൈവം ചിലപ്പോൾ അത് തരത്തില്ല നമുക്ക്. അപ്പം ആ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകും. അപ്പം നമ്മളെന്ത് ചെയ്യണം? തന്നില്ലെന്ന് പറഞ്ഞ് വ്യഗ്രതരായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡിയറ്റായിട്ട് നമ്മൾ ദൈവദൃശ്യത്തിന് പെരുമാറും. അതാണ് ഈശോ പറഞ്ഞത്, ശാന്തശീലർ അനുഗ്രഹരാകുന്നു. അപ്പം ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ആവശ്യമില്ലാത്ത വ്യഗ്രത ഒന്നിരത്തും കാണിക്കാതിരിക്കാനും എന്നിൽ നിന്ന് അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയണത്. പഠിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത്, പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. 33 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, അല്ല 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത്. ആ 30 കൊല്ലം എന്ന് പറയണത് അമ്മയുടെ ശാന്തശീലത ആണ്. ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് 30ാമത്തെ വയസ്സിലാണ് യേശു സ്വയം പ്രകാശിതനാകണത്. അതും അങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്, നീ 30 കൊല്ലം കാത്തിരുന്നില്ലേ നിൻ്റെ ഈശോയുടെ ദൈവികമായ ദൗത്യം കാണാൻ, അതുകൊണ്ട് താക്കോല് നിൻ്റെ കയ്യിരിക്കട്ടെ, നീ തന്നെ അവൻ്റെ ദൈവപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കാനായിലെ കല്യാണത്തിൽ കർത്താവിൻ്റെ ദൈവപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിൻ്റെ താക്കോലാകുന്നത് അങ്ങനെയാണ്. ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈശോയ്ക്കും മാതാവിനും ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റ് 16 എൻ്റെ പേര് വിനീത, മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആഗസ്റ്റ് മാസത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം ഒരു ചേച്ചിയാണ്. അതായത് എൻ്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു, ഒരു ക്യാൻസർ അസുഖത്താൽ വിഷമിക്കുന്ന സന്ദർഭമായിരുന്നു. ആ സമയത്ത് ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ വളരെ വിഷമത്തോടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഈ കൃപാസനം പത്രം കൊണ്ടു തന്നത്. ഞാനിതിനു മുന്നേ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ യൂട്യൂബിൽ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ആ കൃപാസനത്തിൻ്റെ പേപ്പറിൽ ഞാൻ ഫസ്റ്റ് തന്നെ വായിച്ചത് ഒരു ചേച്ചിക്ക് വയറിലെ മുഴ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി അത് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ല എന്നായിരുന്നു. എൻ്റെ അച്ഛനും സെയിം അസുഖം തന്നെയായിരുന്നു. അതായത് അച്ഛൻ്റെ ബ്രെയിനിൽ 2-3 മുഴയുണ്ടായിരുന്നു, പിന്നെ തൈറോയിഡ് ക്യാൻസറും ആയിരുന്നു. അപ്പം എനിക്കും വേറെ ഇപ്പം നിവൃത്തിയൊന്നും ഇല്ലാത്തതിനാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഹിന്ദു ആയതിനാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞ അന്ന് തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു തവണ നീ പോയിക്കോ എന്ന് ഒരു സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഉടമ്പടി എടുത്തു, എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ആ മുഴ 2ഉം കണ്ടില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ എൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഞാൻ ഇവിടെ 2ാമത് സാക്ഷ്യം പറയാനെത്തിയിരിക്കുന്നത്, ഞാൻ ഈ ആഗണ്ഡ ജപമാല റാലിയിൽ ഈ ഒക്ടോബർ 26, 2025 ഒക്ടോബർ 26 ഉണ്ടായിരുന്ന ആഗണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, കാരണം വീട്ടിൽ നിന്നുള്ള സമ്മതം കിട്ടുക പ്രശ്നമായിരുന്നു. എങ്കിലും വേണ്ടില്ല, ഞാൻ ട്രെയിന് ബുക്ക് ചെയ്തപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു.
എന്നിട്ട് പിന്നെ അതുമാത്രമല്ല, ജപമാല റാലിയുടെ തലേ ദിവസമൊക്കെ എനിക്ക് കലശലായ ഭയങ്കര വയറുവേദന, എന്താണെന്നറിയില്ല, ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണോ വരുമോ ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത്, എനിക്ക് സംശയമായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷേ സ്റ്റേഷനിലെത്തിയതോടെ എൻ്റെ വയറുവേദനയൊക്കെ മാറി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായത് കാരണം സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ രാത്രി ഉറങ്ങാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ 13 കിലോമീറ്റർ യാത്രയൊക്കെ നടത്തുക എന്നൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവിൽ അത് എല്ലാം സമർപ്പിച്ച് ഇവിടെ വണ്ടി ഇറങ്ങി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് തന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭാഗോടമ്പടി നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മാവനും തമ്മിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം വേണം, ഒരാൾക്ക് കൂടുതൽ സ്ഥലം വേണം, മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ഥലം വേണമെന്നൊരു തർക്കത്തിൽ 17 വർഷമായിട്ട് 2 വീടും അടുത്തടുത്താണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ ബന്ധുക്കളായിരുന്നിട്ട് പോലും വളരെ തീരെ സ്വരച്ചേർച്ചയില്ലാതെ ഇരിക്കുന്നൊരു 17 വർഷം, കുറേ കാലം. ഞാൻ കാണുമ്പോൾ തൊട്ടേ ഇത് തമ്മിലുള്ള വിഷയമാണ്. ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിലാണ്, എങ്കിലും നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഞാൻ എന്ന് ചെന്നാലും അച്ഛൻ ഇതെടുത്തിടും, പിന്നെ നമുക്കവിടെ സമാധാനമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കുകയും ചെയ്യാറ്. കാരണം ഇത് കാരണം ആ സമാധാനം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ്. അപ്പോൾ ഈ ജപമാല റാലിയുടെ മുന്നെയാണ് ആ സ്ഥലം അളവ് പറഞ്ഞിരുന്നത്. അപ്പം ഞാനാണ് ഈ ജപമാല റാലി കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് അവർക്ക് കൊടുത്ത്, എനിക്ക് ഒഴിവില്ല, ഈ ഒരു ഡേറ്റിന് മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജപമാല റാലിയുടെ പിറ്റേ ദിവസമാണ് ആ സ്ഥല അളവ്. അങ്ങനെ ജപമാല റാലിയിൽ ഈ നിയോഗം പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടുന്നുള്ള മണ്ണ് ഞാൻ കൊണ്ടുപോയിരുന്നു. ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, തൈലം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥലം അളവിൻ്റെ മുന്നേ ഞാൻ അവിടെ ഈ ഇവിടുത്തെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ മണ്ണിട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ അളവ് കഴിയുന്നവരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഞാൻ ചൊല്ലുന്നത് ഇവർക്ക് മനസ്സിലായിരുന്നു, എന്തൊക്കെ ഇവൾ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായി. അമ്മാവനും അവരൊക്കെ ഇവൾക്കെന്താ പ്രാർത്ഥന മൂത്ത് ഭ്രാന്തായോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലായി. അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് സ്വത്തും മുതലും അതുമല്ല വേണ്ടത്, നമുക്കൊരു സമാധാനമായിരുന്നു വേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത്. അളവ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു ചെറിയ സ്ഥലത്തിന് ഒരു കശപിശുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര വാശി പിടിച്ച ആളാണ്. പക്ഷേ അച്ഛനത് വിട്ടുകൊടുത്തു, അത് സാരില്ല, അത് അവനെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അത്രയും മാതാവിൻ്റെ ശക്തിയാണ്, ആ ജപമാല റാലിയുടെ ശക്തിയാണത്. അവരുടെ മനസ്സ് പോലും 17 വർഷമായിട്ട് അവരുടെ മനസ്സ് മാറാതിരുന്ന, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്ന അവർ ആ കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അത് വളരെയധികം നന്ദി. ഇപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു പ്രശ്നമില്ല, വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 13 വർഷമായി എൻ്റെ ശരീരത്തിൽ ചുവന്ന് കടിച്ച കുരുക്കളും അതെപ്പോഴും ചൊറിഞ്ഞ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് നടക്കേണ്ട, ഒരു വർഷത്തിലൊരു 5-6 പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് നടക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുവഴി എൻ്റെ ആ അസുഖം പിന്നീട് വന്നിട്ടില്ല. പിന്നെയുള്ളത് എൻ്റെ ജോലിയിലെ കാര്യമാണ്. എൻ്റെ ജോലിയിൽ 6 മാസമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സാങ്ഷൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഞാൻ ഉടമ്പടി ആരാധനയിൽ വെക്കുകയും പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ എപ്പോഴും ഞാനത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ 6 മാസത്തെ ശമ്പളം ഇപ്പോഴും ശമ്പളം കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീടുള്ളത്, എനിക്ക് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു നൃത്തം അഭ്യസിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സാമ്പത്തികം അച്ഛനത്ര ഇല്ലാത്ത കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെയും ഒരു ടീച്ചറടുത്ത് പോയി. പക്ഷേ ഒരിക്കലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ജോലിയുടെ തിരക്കുകാരും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാരണം. പക്ഷേ ഉടമ്പടി കഴിഞ്ഞ വഴി പിന്നെ എന്നും എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞു. പിന്നെ അരങ്ങേറ്റത്തിൻ്റെ അതുവരെ എത്തി. അപ്പോഴും അരങ്ങേറ്റത്തിന് 2 മാസം മുന്നേ എനിക്ക് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം വന്ന് കാലിലാകെ നീരായി. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനൊക്കെ ആശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും പ്രാക്ടീസ് തുടങ്ങാനും 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അരങ്ങേറ്റം കുറിക്കാനും സാധിച്ചു. അതൊക്കെ അമ്മമാതാവിൻ്റെ വളരെയധികം ബ്ലെസ്സിങ് കൊണ്ടാണ്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ ഒരു 5 കെട്ട് പത്രമാണ് ഞാൻ വാങ്ങിക്കൽ.
ഇവിടുന്ന് കിട്ടുന്ന പത്രം ബാക്കിയും കൂടി മൊത്തത്തിൽ 5 കെട്ട്, കാരണം അത്ര എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ്. പക്ഷേ ഈ പത്രമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് തീർന്ന് പോവുകയാണ്. അതാണ് എൻ്റെ ഒരു വിഷയമുള്ളത്. കാരണം ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിലേക്കാണ്, അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ രോഗികൾക്ക് കൊടുക്കുമ്പോഴും വഴിയിൽ കാണുന്നവർക്ക് കൊടുക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ അവരോട് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു വാർഡിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വാർഡിലേക്ക് അവരടുത്ത് ഈ പത്രം കൊടുക്കുമ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിക്കാതെ അവിടെ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിങ്ങളെ കാര്യം പറയുമ്പോൾ ദൈവം അത് കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവരോട് പ്രാർത്ഥിക്കാറ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെയും എവിടെയാണോ രോഗസ്ഥലം എങ്കിൽ അവിടെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ രോഗചികിത്സാ കേന്ദ്രമല്ല, അത് ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് വിഷമമില്ല. പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള രോഗികളെ കാണാൻ പറ്റിയില്ലല്ലോ, അവർക്ക് പത്രം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പിന്നെയുള്ളത് എൻ്റെ തിരിയിലൊക്കെ മാതാവും എപ്പോഴും തിരിയിൽ തിരുഹൃദയവും പ്രാവും കുരിശുരൂപവും ഒക്കെ വരാറുണ്ട്. ഒരു തവണ എൻ്റെ ഉടമ്പടി എൻ്റെ തിരിയിൽ നീലത്തിരിയിൽ മാതാവ് വന്നിട്ടുണ്ട്. ആ മാതാവിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ എൻ്റെ ചെറിയമ്മയ്ക്ക് ICUവിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഈ ഉടമ്പടി തൈലൊന്ന് അവർക്ക് പുരട്ടി കൊടുക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാത്രി അവരുടെ അടുത്ത് നിൽക്കാൻ പോയി. അങ്ങനെ കണ്ണൊന്നും തുറക്കാതിരുന്ന അമ്മയാണ്. ഞാൻ ഉടമ്പടി തൈലം ഉപ്പ് അവരുടെ ഇതിൽ വിട്ടു. പിന്നെ ആ മാതാവിൻ്റെ ആ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ രൂപം അത് അവരുടെ കിടക്കയുടെ അടിയിൽ ഞാൻ വെച്ചു. അതുപോലെ തന്നെ പത്രം അവരുടെ തലയണയുടെ ബാക്കിൽ വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം അവർ കണ്ണ് തുറന്നു. പിന്നെ തീരെ സംസാരിക്കാതിരുന്ന അവർ സംസാരിച്ചു, എന്നെ അറിയാൻ തുടങ്ങി, ഓരോരുത്തർ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസമേ നിന്നുള്ളൂ, ഒരു രാത്രിയിലാണ് ചെന്ന്, അടുത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പോന്നു. അപ്പോഴേക്കും എനിക്ക് അവരെ പിടിച്ചു നിർത്തി ഇരുത്താനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞു. ഇപ്പം അമ്മ സുഖമായിട്ട് വീട്ടിൽ നിൽക്കുന്നു. കാരണം അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞൊരു അമ്മയാണ്. നമ്മുടെ ഉടമ്പടി തൈലവും ഈ പത്രത്തിൻ്റെയും ഒക്കെ അമ്മ മാതാവിൻ്റെ ശക്തി കൊണ്ടാണ് അവർ സുഖപ്പെടുത്തിയത്. പിന്നീടുള്ളത്, ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ മോനും ഒക്കെ ഉടമ്പടി തൈലം എക്സാമിൻ്റെ ടൈമിലായാലും അവർക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപം, അത് എനിക്ക് കിട്ടുന്നതല്ല, വേറെ കാശുരൂപമാണ്, അത് അവരുടെ പോക്കറ്റിൽ കുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മോന് കഴിഞ്ഞ CBSE 10th ബോർഡ് എക്സാമിൽ ഓൾ ഇന്ത്യയിൽ 9ാം റാങ്ക് ലഭിക്കുകയുണ്ടായി, 98.2%. നവോദയയിൽ ഓൾ ഇന്ത്യയിൽ 4ാം റാങ്കും കിട്ടി. അങ്ങനെ ഒരു വളരെ വലിയൊരു അനുഭവം. അതുവരെ അവന് അത്രയും ഒരു മാർക്ക് കിട്ടിയില്ല, 95%-ൻ്റെ മുകളിലൊരു മാർക്ക് കിട്ടിയിരുന്നില്ല. സ്കൂളിലൊന്നും നടത്തിയ പരീക്ഷയിൽ ആദ്യമായിട്ടാണ് 98.2% മാർക്ക് കിട്ടുന്നത്. അങ്ങനെ വലിയ അനുഭവം ഉണ്ടായി. പിന്നെ അതേപോലെ എൻ്റെ ബന്ധുക്കൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ജപമാല എന്നും ചെല്ലാറുണ്ട്. ഓരോ രഹസ്യത്തിലും ഓരോ കുടുംബത്തെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളത്. എൻ്റെ കുടുംബത്തെ മാത്രമല്ല, എൻ്റെ ബന്ധുക്കളായുള്ളവരും എൻ്റെ ജോലി സ്ഥലത്തുള്ളവരും എല്ലാവരും, എനിക്കറിയാവുന്ന, എനിക്ക് വേദനകളാൽ വിഷമിക്കുന്ന, രോഗങ്ങളാൽ വിഷമിക്കുന്ന അവരെല്ലാം, എനിക്കറിയാവുന്ന എല്ലാം സമർപ്പിച്ചിട്ടാണ് ജപമാല ഞാൻ ചൊല്ലാറുള്ളത്. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ രാവിലെയും കുറച്ച് സമയം, രാത്രിയും കുറച്ച് സമയം, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ കാശുരൂപം നമുക്ക് ആവശ്യമുള്ളവർ കൊടുക്കാറുണ്ട്. എൻ്റെ ആങ്ങളൊരു തവണ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ അവന് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ പേഴ്സിൽ നീ ഈ കാശുരൂപം വെക്കും, ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് അവനൊരു കാശുരൂപം, ഞാനൊരു വെള്ളിയാഴ്ചയാണ് അവൻ ആ കാശുരൂപം കൊടുക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച അവനൊരു ഭയങ്കര ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടർ വന്നിട്ട് അവനെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ ഡിവൈഡറിൽ പോയിട്ട് ഇടിച്ചു. തല അവിടെ വെച്ച് മുട്ടി അവൻ്റെ ബോധം പോയി. പക്ഷേ അവൻ്റെ കയ്യിൽ ആ കാശുരൂപം, ആ പേഴ്സിൽ ആ കാശുരൂപം, ഞാൻ തല ആഴ്ച കൊടുത്ത കാശുരൂപം ഉണ്ടായതുകൊണ്ട് അമ്മ മാതാവ് ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു പുറത്ത് ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കാത്തുരക്ഷിച്ചു. ആ മാതാവിൻ്റെ ശക്തി അത്രയും വലുതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ, എൻ്റെ ജോലിയിലൊക്കെ ഭയങ്കര, ഞാൻ പ്രൊമോഷനായിട്ടാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയത്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എല്ലാ ഭാരങ്ങളും നമ്മളെ തലയിലാണ്, നമ്മളാണ് ഓരോ തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ എന്ത് ആഫ്റ്റർ എഫക്റ്റും നമ്മൾ തന്നെയാണ് അനുഭവിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടിയോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ദൈവമാതാവ് നമുക്ക് ശക്തി തരും. അതായത്
ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജക മരുന്ന് കഴിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അത്രയും നന്നായിട്ടുള്ളൊരു ഫീലിംഗാണ് കിട്ടിയത്. കാരണം നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെയോ ചെയ്യുന്നു. അതായത് ഞാനിപ്പോൾ ചൂരൽമലയിൽ മുണ്ടക്കി ചൂരൽമലയിൽ പ്രശ്നമുണ്ടായിരുന്നു, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എൻ്റെ റെഗുലേറ്ററിൻ്റെ താഴേക്കാണ് ബോഡികളും മരങ്ങളും ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് അത് എടുത്തു മാറ്റാനുള്ളൊരു നിയോഗം എനിക്കായിരുന്നു. ഞാനാണ് അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പം എനിക്ക് NDRF ടീമിനെയും ഫയർഫോഴ്സ് ടീമിനെയും പോലീസ് ടീമിനെയും SP ടീമിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് ആ ഒരു പരിപാടി എന്നെക്കൊണ്ട് അറേഞ്ച് ചെയ്യാനും എന്നെക്കൊണ്ട് നേതൃത്വം നയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അപ്പോഴാണ് ആലോചിക്കുക. അതൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ ഒറ്റ ബലം കൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും ഇനിയും ഈ ആൾത്താരയിൽ കയറിയിട്ട് എനിക്കും ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ നിങ്ങളെ ദൈവം ശക്തരാക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും നന്ദി. 1 ദിനവൃത്താന്തം 5:20 ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. വിനീത എന്ന ഈ അക്രൈസ്തവ മകൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 5 തവണ പുതുക്കി എത്ര എളിമയോടും സ്നേഹത്തോടും അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഓരോ വലിയ വിഷയത്തെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എത്ര നിസ്സാരമായി ഭാരമില്ലാതെ അമ്മ മാതാവ് മകളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആദ്യത്തേത് കുടുംബത്തിലുണ്ടായിരുന്ന ഭാഗോടമ്പടി വിഷയം 16 വർഷമായി പരിഹരിക്കാതെ ഇത്തിരി കലഹത്തിലും ക്ലേശത്തിലും ഒക്കെ നിന്ന ഒരു വിഷയമാണത്. മകൾ പറയുന്നുണ്ട്, ഇത്തവണ അമ്മയുടെ ജപമാല റാലിയിൽ പങ്കുചേർന്നപ്പോൾ അതുമാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്ന നിയോഗം. എങ്കിലും അതിന് വരുവാനേറെ സാഹചര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നെങ്കിലും അമ്മ മാതാവ് ഇവിടെ എത്തിക്കുകയും ആ ജപമാല റാലിയിൽ പൂർണ്ണമായും ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇവിടെ നിന്നും അമ്മയുടെ തിരുനടയിൽ നിന്നും ഒരിത്തിരി മണ്ണ് അത് ശേഖരിച്ച് അവിടെ കൊണ്ടുപോവുകയും ഉപ്പും മണ്ണും ആ ഭൂമിയിൽ വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തർക്കങ്ങളില്ലാതെ രമ്യതയിൽ എന്നേക്കുമായി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി മകൾ പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗങ്ങൾക്ക് സൗഖ്യമാവും, ദൈവസന്നിധിയിൽ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകും. സംശയം നമുക്ക് മനസ്സിലില്ലെങ്കിൽ നമുക്ക് ദൈവം നീതി നടത്തുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തെ ഏറ്റെടുത്ത് കുരുക്കുകൾ അഴിക്കുകയും തുറവികൾ തരികയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് നാം ഒരു നിയോഗം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് നിശ്ചയം അനുഭവിക്കുവാൻ സാധിക്കും. മകൾ അതിൻ്റെയാണ് തുടരെ സാക്ഷ്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര സൗഹൃദത്തിലും രമ്യതയിലും ആ വലിയൊരു പ്രശ്നം വീട്ടിൽ പോലും പോകുവാനാവാത്ത വിധം ഇടക്കാലത്ത് പ്രയാസപ്പെടുത്തിയിരുന്ന ആ വിഷയം നിസ്സാരമായി അമ്മ മാതാവ് എങ്ങനെ പരിഹരിച്ചുവെന്ന്, ഭാരം കുറച്ചു കൊടുത്തുവെന്ന് മകൾ തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. മറ്റൊന്ന് സൂചിപ്പിച്ചു, 6 മാസത്തോളം ശമ്പളമില്ലാതെ ഉണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച്. അതിലും കലഹിക്കുവാനോ കേസിനോ ഒന്നുമല്ല ആശ്രയം കണ്ടെത്തിയത്. അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുത്തുകൊണ്ട് അമ്മയുടെ ഇടപെടലിന് വേണ്ടി ശക്തമായി അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ശാന്തതയോടുകൂടി പ്രതിസന്ധിയുടെ നാളുകളിൽ വിശ്വാസത്തിൻ്റെ ബലത്തിൽ നടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി പുതുക്കിയതിനു ശേഷം യാതൊരു വിഷയവുമില്ലാതെ ആ സാലറിയുടെയും മുഴുവൻ പ്രശ്നങ്ങളും മാറി അത് അനുവദിച്ച് കിട്ടിയെന്നാണ്. ചൂരൽമലയിൽ നടത്തിയ നേതൃത്വപരമായ ഉത്തരവാദിത്വത്തെ മകൾ ഏറ്റുപറഞ്ഞു. ചെയ്ത കാര്യങ്ങളെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്തു, ഇത്ര വലിയൊരു സംഭവത്തെ എങ്ങനെ എൻ്റെ കരങ്ങളിൽ ഇത്ര പേരെ കോർത്തിണക്കിക്കൊണ്ട് ആ ദിവസങ്ങളിൽ ചെയ്തെടുക്കുവാൻ സാധിച്ചുവെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലെന്ന്. ദൈവകരങ്ങളിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മളെ നിരന്തരം കാത്തുകൊണ്ട് നമ്മളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ നാം പോലും അറിയാതെ നിരന്തരം ചെയ്യിച്ചുകൊണ്ടിരിക്കും. മകൾ അതിനെക്കുറിച്ചാണ് സന്തോഷിക്കുന്നത്. ഞാനൊരു പദവിയിലിരുന്നു എന്നതിലല്ല, മറിച്ച് ചെറിയൊരു മകൾ എളിയ ജീവിതം നയിച്ചെന്നെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തി വലിയ കാര്യങ്ങളിൽ എന്നെ പങ്കാളിയാക്കുകയും അനേകരെ എന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ദുരന്തത്തിൽ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിനും അതിൻ്റെ പുനർനിർമ്മിതിക്കും വേണ്ടിയുള്ള പ്രവൃത്തികളിൽ എന്നെ അമ്മ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് മകൾ പറയുന്നുണ്ട്. അതും അമ്മയുടെ കാശുരൂപവും അമ്മയുടെ നേർച്ച വസ്തുക്കളിൽ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള എൻ്റെ ജീവിതം കൊണ്ട് മാത്രമാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ആ വലിയൊരു ഉത്തരവാദിത്വം
പരിഭ്രമമില്ലാതെ തെറ്റുകൾ പറ്റാതെ ശാന്തതയോടുകൂടി നിർവഹിച്ചു തീർക്കുവാൻ മകൾക്ക് സാധിച്ചു തന്ന മറ്റൊന്ന് പറഞ്ഞല്ലോ, 10-13 വർഷമായിട്ടുള്ള ഒരു രോഗക്ലേശത്തെക്കുറിച്ച് മരുന്ന് മാത്രം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നിടത്ത് അമ്മയെ കണ്ടുമുട്ടി ഉടമ്പടി എടുത്ത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയതിനു ശേഷം ആ ചുവന്ന് തടിക്കുന്ന ചൊറിച്ചിലുള്ള ആ പ്രത്യേകമായ രോഗക്ലേശത്തെ പൂർണ്ണമായും അമ്മ സൗഖ്യപ്പെടുത്തിയതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മകൾ സൂചിപ്പിച്ചു, ഉടമ്പടി ആത്മധൈര്യത്തിൻ്റെ ജീവിതക്രമമാണ്. ഉടമ്പടി നാം ജീവിക്കുമ്പോൾ നമുക്കുറപ്പുള്ളത് അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണവും സാന്നിധ്യവും ഈശോ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളും നമുക്ക് നിശ്ചയമായും കൈമാറുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഉത്തേജനം വരുന്ന പോലെ എനിക്കെൻ്റെ ഉടമ്പടി എൻ്റെ ജീവിതത്തെ തീഷ്ണതരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ദൈവസ്നേഹത്തോടുകൂടി ഓരോ കാര്യവും ഏർപ്പെടുവാൻ, പ്രേക്ഷിത പ്രവർത്തനം ഒരു സങ്കോചവുമില്ലാതെ സന്തോഷത്തോടെ ചെയ്യുവാൻ എന്നെ നിരന്തരം എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. വീട്ടിൽ ചില പ്രയാസങ്ങളൊക്കെ ഉടമ്പടി എടുക്കുന്നതിന്, ഉടമ്പടി ജീവിക്കുന്നതിനൊക്കെ വരുമ്പോഴും അമ്മ യാതൊരു മുടക്കവും കൂടാതെ ഓരോ സമയത്തും അനുഗ്രഹങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഈ ജീവിതം മുന്നോട്ട് നയിക്കുവാനും മറ്റുള്ളവർക്കത് മനസ്സിലാകും വിധം അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു കൊടുക്കുവാനും മകളെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നൃത്തത്തിൻ്റെ അരങ്ങേറ്റത്തെക്കുറിച്ചും മകൾ സൂചിപ്പിച്ചത്, ഒരു അപകടത്തിൽ, ഒരു ഓപ്പറേഷനിൽ, വെരിക്കോസിൻ്റെ ഓപ്പറേഷനിൽ അതിനി നടക്കുമോ എന്ന് സംശയിച്ചുവെങ്കിലും അതിൻ്റെ ക്ലേശങ്ങളും മാറ്റിത്തന്നുകൊണ്ട് വളരെ കുഞ്ഞുനാൾ മുതലുള്ള ഒരു ആഗ്രഹത്തെ അത് പൂർത്തീകരിക്കുവാൻ അമ്മ വഴിയൊരുക്കി എന്നതിനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, മക്കളെ പോലെയാണ് നമ്മൾ അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കേണ്ടത്. സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അമ്മയോട് സംസാരിക്കേണ്ടത്. സന്തോഷത്തോടു കൂടിയാണ് അമ്മയുടെ കരങ്ങളിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കും വിധം ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് ദുരിതമാവാം, ഇന്നില്ലായ്മയാവാം, ഇന്ന് രോഗമാവാം, ഇന്ന് കുടുംബത്തിനകത്ത് സങ്കടങ്ങളുടെ വേലിയേറ്റങ്ങളാവാം. പക്ഷേ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയാൽ, അമ്മയെ ചേർത്ത് പിടിച്ച് നടന്നാൽ, അമ്മയോട് ആലോചന ചോദിച്ച് തീരുമാനമെടുത്താൽ അമ്മ ജീവിതത്തെ ശുഭകരമാക്കും. ഈശോ കൂടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ തുടർച്ചയായ അനുഭവങ്ങളെ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തിനും മകളിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. നന്ദി മാതാവേ, നന്ദി. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് രഹ്ന, ഇതെൻ്റെ അമ്മ ജാൻസി. ഞാൻ വരുന്നത് പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19 വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഞങ്ങളുടെ വീട്ടിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. എൻ്റെ അപ്പന് പണിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തു പോയി വിദേശത്ത് ജോലി കിട്ടണം, എന്നാലേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത് എനിക്ക് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസോ 2 ഇയർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തോട്ട് പോകുന്ന എല്ലാവരും, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് പോവുകയും വേണം, എൻ്റെ വീട് രക്ഷിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും ഒത്തിരി വട്ടം എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിൽ. അങ്ങനെ ഞാൻ പത്രം കൊടുക്കും, എല്ലാം ചെയ്യും. പത്രം കൊടുക്കാനൊക്കെ ആദ്യം മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ പത്രം കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടിയിൽ ഞാൻ ജീവിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എക്സാം ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്ത് വീട്ടിലിരുന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ ഫാൻ
റൂമിലിട്ടിരുന്ന ഫാൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം അന്ന് ഉച്ച മുതൽ ആരോ എന്നോട് പറയുന്നുണ്ട് ഈ ഫാൻ പൊട്ടി വീഴുമെന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായി എൻ്റെ മനസ്സിൽ. അങ്ങനെ രാത്രി 1 മണിയായി. അപ്പോൾ സാധാരണ ഞാനൊരു 12 മണിക്ക് മുന്നേക്ക് ഉറങ്ങും. ഞാൻ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ല. ഞാനത് മാതാവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ ഫാൻ ആ സമയത്ത് 1 മണി കഴിഞ്ഞ സമയത്ത് അത് ഡയറക്റ്റ് അത് ലീഫൊന്നുമല്ല പൊട്ടി വീണത്, കംപ്ലീറ്റോടെ അത് താഴോട്ട് വീണു. ഞാൻ അന്നെങ്ങാനും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ചെസ്റ്റിൽ വീഴും. ഞാൻ അപ്പോൾ ഡെത്താവും. ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ ഒറ്റക്കാണ്, ആരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഞാൻ ഉറങ്ങാഞ്ഞത് കൊണ്ട് ലീഫ് എൻ്റെ തലയിൽ തട്ടി തെറിച്ചു പോയി. ഫാൻ അതേപോലെ തന്നെ ബെഡിലോട്ട് വീണ്. അതുകൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അന്ന് എനിക്ക് വേറെ ചെറുതായിട്ട് ഇവിടെ ഒരു ബ്ലീഡിങ് പോലെ വന്നതല്ലാതെ, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, അപ്പോൾ എനിക്ക് അറിയാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും, ഭാവിയിലായിരിക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എനിക്കൊരു ഒരു തലവേദന അല്ലാതെ വേറൊരു പ്രശ്നവും വരാണ്ട് മാതാവ് എന്നെ സംരക്ഷിച്ചു അവിടെ നിന്ന്. എനിക്ക് അന്ന് എനിക്ക് വിഷമം തോന്നിയോ മാതാവ് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. പിന്നീട് ഞാൻ മനസ്സിലാക്കി മാതാവ് എന്നെ സംരക്ഷിച്ചതാണ് ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഫാൻ കംപ്ലൈൻ്റ് ആണെന്ന്. എന്നിട്ടും ആ ഒരു അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിച്ചു. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞാൻ റേഡിയോഗ്രാഫറാണ്. അപ്പോൾ എനിക്ക് സൗദിയിലോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചതും എനിക്ക് ഈ വർഷം അവസാനത്തോടു കൂടി സൗദിയിൽ റേഡിയോഗ്രാഫറായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ വെക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞു. പ്രോസസ്സിങ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്തൊരു പരീക്ഷണം വന്നത്. സൗദിയിൽ ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിനെ എടുക്കുന്നില്ല, അവിടെ വേക്കൻസി ഇല്ല. അപ്പോൾ ഞാൻ പിന്നെയും വല്ലാത്തൊരവസ്ഥയിലായി. നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതെല്ലാം ലൈസൻസും കിട്ടിയിട്ട് നമുക്ക് വേക്കൻസി ഇല്ല എന്ന് പറയുന്നത് അത്രത്തോളം വിഷമകരമാണ്. അപ്പോൾ ഞാൻ ഓർത്തു വേറെ രാജ്യത്തേക്ക് നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ മനസ്സിലാരോ പറഞ്ഞു, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, വരും, വേക്കൻസി വരും. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ഏജൻസിയിലും കോണ്ടാക്ട് ചെയ്തു. അവിടെ ഒന്നും വേക്കൻസി ഇല്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഏജൻസിയിൽ നിന്ന് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്തു. അപ്പോഴും എനിക്കിത് കിട്ടും, എനിക്കുള്ളതാണതെന്ന് ഒന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എൻ്റെ സീനിയേഴ്സ് ആരും സൗദി എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല അവിടെ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എന്തോ മാതാവ് പറയുന്ന പോലെ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സാറ് മലയാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ നന്നായിട്ട് സംസാരിച്ചു. എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വലിയ പാടില്ലാതെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങളെ ഞങ്ങൾ അറിയിക്കാന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ സാറിനോട് പറഞ്ഞു തനിക്ക് ഞാൻ ഓഫർ ലെറ്റർ അയക്കാം, ഏജൻസിയിൽ പറഞ്ഞേക്കാം, ഓഫർ ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്, ഞാനത് മാതാവാണ് എന്നോട് സംസാരിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ആ സാറിനോട് സംസാരിച്ചു. പിറ്റേ ദിവസം ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ എൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു. ഞാൻ ഈ ജനുവരി 13 പോവാണ് സൗദിയിലോട്ട് റേഡിയോഗ്രാഫറായിട്ട്. മാതാവിന് ഒത്തിരി നന്ദി. അതിനുശേഷം പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ള അമ്മച്ചിയുടെ കാര്യമാണ്. എൻ്റെ അമ്മച്ചിക്ക് 1 വർഷത്തോളമായിട്ട് നല്ല തോളുവേദനയും കഴുത്ത് വേദനയൊക്കെ ആയിരുന്നു. തീരെ വയ്യായിരുന്നു, കൈയൊന്നും പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ ടൈം കോളർ ഇടണം, 3 മാസത്തോളം കോളർ ഇട്ട് റെസ്റ്റ് എടുക്കണം, കിടക്കുമ്പോഴും കോളർ ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ കൊണ്ട് എൻ്റെ അമ്മച്ചിക്ക് അധികം നാൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ചയൊക്കെ അമ്മച്ചി കോളർ ഇട്ടിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചിയുടെ കഴുത്ത് വേദന മാറി.
ഇപ്പോൾ കോളർ ഇടുന്നില്ല. ഇപ്പോൾ ആ വേദനയില്ല. ആ വേദന എവിടെ പോയെന്നോ അതിൻ്റേതായിട്ടുള്ള ഒരു നീരോ കാര്യങ്ങളോ ഒന്നും തന്നെ അമ്മച്ചിക്കില്ല. മാതാവ് അങ്ങനെയും അമ്മച്ചീനെ അവിടെ നിന്ന് സംരക്ഷിച്ചു. ഞാൻ ഉടമ്പടി തൈലം കഴുത്തിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ അപ്പനാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തീരെ പണിയില്ലായിരുന്നു, എപ്പോഴും കഷ്ടപ്പാടായിരുന്നു. അപ്പം ഞാനും കൂടി റിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും തീരെ പണിയില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അപ്പോൾ എൻ്റെ അപ്പനാണെങ്കിൽ ഇപ്പോൾ പണിയുണ്ട്, അപ്പനും അമ്മച്ചിക്കും ആരോഗ്യം ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് പോകുന്നു. അപ്പോൾ മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ ഈ ജനുവരി 13 പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോകുന്നത്. ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ്, എൻ്റെ നിയോഗങ്ങളൊക്കെ സാധിച്ചാലും ഞാൻ ഒരിക്കലും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല. അതിനൊത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ചെയ്യണേന്. അങ്ങനെ ഞാൻ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും. യേശുവെ നന്ദി, മാതാവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം ഇറങ്ങി ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം കൊടുത്ത് അയാളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മടിയുണ്ടാകും, പത്രം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി കൊടുക്കാനൊക്കെ മടിയുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ മടി കൂടാണ്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ദൈവം തരും, മാതാവ് തരും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ രോഗികളോടും നല്ല രീതിക്ക് എൻ്റെ ഒരു ദേഷ്യമൊന്നും അവരിൽ കാണിക്കാണ്ട് എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാക്സിമം അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബ്ലഡ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ എല്ലാ ദിവസവും പള്ളി പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പോവുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു 2 ആഴ്ച കൂടിയിട്ട്. അതൊക്കെയാണ് ഞാൻ ആത്മീയ ജീവിതമായിട്ട് ചെയ്തത്. 19:9 കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കും. രഹന എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കുടുംബത്തിലെ ദൈന്യതകളിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണം എത്രത്തോളം ഈ നാളുകളിൽ നയിച്ചുവെന്ന് മകൾ ഏറ്റുപറയുകയാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറുന്നതിന് വിദേശത്തൊരു ജോലിക്ക് വേണ്ടി മകൾ പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗം സാധിക്കുന്ന വഴികളിലേക്ക് അമ്മ മാതാവ് എങ്ങനെ മകളെ കൊണ്ടുവന്നുവെന്ന് മകൾ സവിസ്തരം നമ്മളോട് സൂചിപ്പിച്ചു. അതിൻ്റെ പ്രത്യേകത ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് അമ്മയുടെ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആ സന്ദേശത്തെ എത്ര ജാഗ്രതയോടുകൂടി സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വരുന്ന സന്ദേശത്തിന് ദൈവികമായ ഇടപെടലുണ്ടെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ സന്ദേശവും അനുഗ്രഹത്തിലേക്കും സംരക്ഷണത്തിലേക്കും മാറുന്നതായിരിക്കും. മകൾ പറയുന്നുണ്ട്, അവിടെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള ആ പരിശ്രമം നടത്തുന്നതിനിടയിൽ പഠിക്കുവാനാവാതെ ക്ലേശിക്കുന്ന നാളുകളിൽ ഒരു ദിവസം ഇങ്ങനെ കിടക്കുമ്പോൾ സ്വയം ഇങ്ങനെ തോന്നൽ, ആരോ പറയുന്നുണ്ട് ഈ ഫാൻ ഇന്ന് പൊട്ടി വീഴുമെന്ന്. മകളത് പൊട്ടി വീഴുമെന്ന് കൃത്യമായി ചെവിയിൽ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. മകൾ പറയുന്നു, ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ അതെൻ്റെ മരണത്തെ കലാശിക്കേണ്ട വലിയ അപകടമായിരുന്നു. പക്ഷെ 1 മണി കഴിഞ്ഞിട്ടും ഞാൻ ഉറങ്ങാതെ എന്തോ ഇരുന്നത് കൊണ്ട് ആ ഫാൻ പൊട്ടി വീഴുകയും എനിക്കത് വലുതായി വരേണ്ടത് ഒന്ന് പാളിക്കൊണ്ടുകൊണ്ട് യാതൊരു അപകടവും വലിയ ആപത്തുമില്ലാതെ എന്നെ കടന്നുപോയി. ഇത് സന്ദേശത്തിൻ്റെ പ്രത്യേകതയാണ്. അമ്മ മാതാവ് ഒരു സന്ദേശം കൈമാറുമ്പോൾ അതിനൊരു അനുഗ്രഹമുണ്ടായിരിക്കും. അത് ആ നിമിഷത്തിൽ മകൾക്ക് വേദനയുള്ള വിഷയമാണ്, ഭയപ്പെടുത്തിയ വിഷയമാണ്. പക്ഷെ മകൾ മറ്റൊന്ന് ആ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട്, ജോലിയൊന്ന് നിർത്തണം, സ്വസ്ഥമായിരുന്നു പഠിക്കണം, അല്ലെങ്കിൽ ഇത് ജോലിയുമായിട്ട് ഈ പഠനവും പ്രോസസ്സും മുന്നോട്ട് പോകില്ല.
അത് ആഗ്രഹിച്ച നാളുകളിൽ സ്വസ്ഥമായൊരു കാരണം, മകളുടേതല്ലാത്തൊരു കാരണം മകൾക്ക് അവിടെ കണ്ടെത്തി കൊടുത്തുകൊണ്ട് മകൾക്ക് സ്വതന്ത്രമായി ഇവിടുന്ന് പുറത്തിറങ്ങുവാനും മകളുടെ വിദേശത്തേക്കുള്ള പഠനവും യാത്രയും സുഗമമാകും വിധം വഴികൾ ഒരുക്കുവാനും മകളെ അമ്മ സഹായിക്കുന്നുണ്ട്. രണ്ടാമത് വീണ്ടും മകൾ സൗദിയിലേക്കുള്ള പ്രോസസ്സൊക്കെ പൂർത്തീകരിച്ചെത്തുമ്പോൾ മകൾ തിരിച്ചറിയുന്നുണ്ട് അവിടെ ഒഴിവില്ല എന്നതാണ് മകൾ തിരിച്ചറിയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സന്ദേശം ചെവിയിൽ വരുന്നുണ്ട്, അല്പം കൂടി വെയിറ്റ് ചെയ്യ്, കാത്തിരിക്കുക എന്നൊരു വാചകം മകളെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. അത് തോന്നലായി എടുക്കാം, സന്ദേശമായും എടുക്കാം. മകളതിനെ അമ്മയുടെ സംരക്ഷണവും സന്ദേശവുമായി സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലേക്കും പോകാതെ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ കാത്തിരിക്കുമ്പോൾ എനിക്ക് അവിചാരിതമായി ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാനത് പരിഭ്രമത്തോടു കൂടി അത് സമീപിക്കുമ്പോൾ ഒരു മലയാളിയായ സഹോദരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. എന്നെ ഒട്ടും പേടിപ്പിക്കാതെ നിസ്സാരമായ കാര്യങ്ങൾ ചോദിക്കുന്നു. സെലക്റ്റായെന്നല്ല, ഓഫർ ലെറ്റർ അയക്കാമെന്ന സന്തോഷ വർത്തമാനത്തോടെ ആ കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പോകുന്ന വഴികളിൽ ഞെരുക്കങ്ങളുണ്ടെങ്കിലും അമ്മ കരം പിടിച്ചാൽ ഞെരുക്കങ്ങൾക്കപ്പുറം സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് അമ്മ എത്തിക്കുമെന്നത് സുനിശ്ചിതമാണ്. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൽത്താരയിൽ പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എടുത്ത ഉടമ്പടി ഇപ്പോൾ ഈ ജനുവരി എത്തിച്ചേരുമ്പോൾ 1 വർഷം എത്തുന്നതിന് മുമ്പ് മകൾ ആദ്യം കണ്ണീരോടെ, ഏറെ കണ്ണീരും ഏറെ സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രം അമ്മയുടെ അരികിൽ കൊടുക്കുവാൻ എത്തിച്ചേർന്ന മകളെ ഏറ്റവും സന്തോഷത്തോടും ജീവിതത്തിന് കൃത്യമായ ഉറപ്പോടും കൂടി മകളെ അമ്മ പറഞ്ഞയക്കുന്നതാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പന് പണിയില്ല എന്നത് വലിയ സങ്കടമായിരുന്നു. സാമ്പത്തികമല്ലാതെ ക്ലേശിക്കുന്നുവെന്ന് അമ്മയ്ക്കരികിൽ നിയോഗം വെക്കുമ്പോൾ ഇന്ന് കുടുംബത്തിന് വരുമാനം അപ്പനിലൂടെ ലഭിക്കുന്നത് മകളെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയ്ക്കുണ്ടായ ഷോൾഡറിൻ്റെ വിഷയവും അത് ഷോൾഡറിന് ബെൽറ്റിട്ട് നടക്കുവാനാവാത്ത അവസ്ഥകളും മകൾ സൂചിപ്പിച്ചു. അതും ചുരുക്ക ദിവസം കൊണ്ട് ക്ലേശങ്ങൾ മാറ്റി ആരോഗ്യ ജീവിതത്തിലേക്ക് അമ്മയെ നയിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പ് ദൈവം കൂടെയുണ്ട്, അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കും എന്ന വാഗ്ദാനമാണ്. നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ കൂടെ നിന്നുകൊണ്ട് ഓരോരോ പ്രതിസന്ധിയും ഓരോരോ ജീവിത പ്രശ്നത്തെയും മാറ്റി മാറ്റി തെളിമയുള്ള അരുവി പോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് കാണുവാനാവും. ഈ മകളുടെ സാക്ഷ്യം ഭാരപ്പെട്ട വിഷയങ്ങൾ ലഘൂകരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ്. സന്ദേശം നൽകി നേർവഴിയിൽ നിരന്തരം നയിക്കുന്ന സാക്ഷ്യമാണ്. ജീവിതഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശുഭകരമായ ഭാവിയിലേക്ക് ലൈറ്റ് വെയ്റ്റനിങ്ങായി ജീവിതത്തെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുന്ന സാക്ഷ്യമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിച്ച് നൽകുമെന്ന അമ്മയുടെ ഉറപ്പിൻ്റെ സാക്ഷ്യമാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് കണ്ണീരായിരിക്കാം, ഇന്ന് ഏറെ സങ്കടങ്ങളുടെ കഥകളായിരിക്കാം. പക്ഷേ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് ഒരു പ്രത്യാശയോടെ കൊടുക്കുവാനാകുമെങ്കിൽ, ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാനാകുമെങ്കിൽ അമ്മ കരം പിടിച്ച് തിരുക്കുമാരനോട് പറഞ്ഞ് സന്തോഷത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തീരത്ത് നമ്മളെ എത്തിക്കുകയും ജീവിതം ശുഭകരമാക്കി മാറ്റുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച, ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ കുടുംബമായി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ കോട്ടയം ജില്ല വാഴൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ വിശ്വാസിയാണ്. CMS സഭയിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ഹസ്ബൻഡും 3 പെൺകുഞ്ഞുങ്ങളുമാണുള്ളത്. മൂത്ത മോളെ വിവാഹം കഴിച്ചു. മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. ഇളയ മോളാണ്. രണ്ടാമത്തെ മോൾ വന്നില്ല, ജോലി സംബന്ധമായിട്ട് വീട്ടിലിരിക്കുകയാണ്. ഞാൻ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് ഞാൻ മരിക്കുവാൻ പോയൊരു വ്യക്തിയാണ്. അതെൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കടഭാരങ്ങൾ, ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത ഒരു ആൻറ്റിയോട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ആൻറ്റി ഞാനിങ്ങനെ മരിക്കാൻ പോയതാണ്, അവിടുന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു വന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല
എന്ന് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോടൊന്നും പറഞ്ഞില്ല. ആദ്യമായിട്ട് എനിക്ക് കൃപാസനത്തിൽ ഒരു പത്രം എടുത്ത് തന്നു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോയി ഈ പത്രം വായിച്ചിട്ട്, ഈ പത്രം നിനക്ക് മനസ്സിലാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, നീ വായിച്ചിട്ട് നീ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നുവോ അതിൻ പ്രകാരം നീ ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനത് വായിച്ചിട്ട് ഞാൻ ആദ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമാതാവേ, എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ എനിക്കറിയില്ല. ഒന്നെങ്കിൽ എന്നെ നന്നായിട്ട് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിളിക്കണം. ഇത് രണ്ടും മാത്രമേ ഞാൻ അപേക്ഷിച്ചുള്ളൂ. അതിൻ പ്രകാരം ഞാൻ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി 7/9/2024 ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ 6 നിയോഗങ്ങളിൽ ആദ്യം ഞാൻ ക്ലാസ് കേട്ടപ്പം ഞാൻ എൻ്റെ ആവശ്യമല്ല പറഞ്ഞത്, ദൈവമേ, എനിക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയണം എന്ന് മാത്രം ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത്. അതിനുശേഷം എൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി. 6 നിയോഗങ്ങളല്ല, 6 കോടി നിയോഗങ്ങളാണ് ദൈവം എൻ്റെ അമ്മ മാതാവും എനിക്ക് സാധിപ്പിച്ച് തന്നത്. അതിൽ എൻ്റെ മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. മോന് ജോലിയുണ്ട്, പക്ഷേ ശമ്പളമില്ലാതെ ഭാരപ്പെട്ടു. ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാനപ്പോൾ ഇങ്ങനെ ദൈവമാതാവിനോട് ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഈ ക്രിസ്തുമസിന് എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പം സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന്. 24-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ മോൻ എന്നെ വിളിച്ചു, അമ്മേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിന് കോടി നന്ദി പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഒന്നും പറഞ്ഞില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകി. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, എനിക്ക് ഈ 2026 എന്നെ സാക്ഷ്യം പറയാൻ ഇനി അനുവദിക്കണം. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, എനിക്കത് പറയാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് പ്രകാരം ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കാല് കുത്തിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതമെങ്കിൽ അമ്മ മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന് ഭവനമായിട്ട് ഈ അൾത്താരയിൽ കയറ്റണമെന്ന്. അത് എനിക്ക് സാധിച്ചതിനായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ഇളയ മോള് LLBക്ക് അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പ്രകാരം അവളെ കൊണ്ട് തൊടുപുഴ അല്ലസർ കോളേജിൽ ചേർത്തു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ലാത്ത ആൾക്കാരാണ്, ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്, ഞാനൊരു ജോലിക്കും പോകുന്നില്ലായിരുന്നു. 4 പ്രാവശ്യം ഞങ്ങൾ ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. ആ 4 പ്രാവശ്യവും ലോണ് റിജക്റ്റ് ആയിപ്പോയി. 2022 കുഞ്ഞിനെ ഞാൻ കോളേജിൽ ചേർക്കുന്നത്. പക്ഷേ 4-മത്തെ ഞാനിവിടെ ഉടമ്പടി 7-ാം തീയതി സെപ്റ്റംബർ മാസം 2024 എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. 4 പ്രാവശ്യം റിജക്റ്റായി പോയ ആ ലോൺ ആപ്ലിക്കേഷൻ 4 മണിക്കൂറിനുള്ളിൽ പാസ്സായി. എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ കയറി. അവൾക്ക് സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് മുട്ടിന് വേദനയായിരുന്നു. മുട്ടിന് വേദനയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം ഡോക്ടർക്കൊരു ഡൗട്ട്, കാലിന് എന്നോട് പറഞ്ഞു എക്സ്റേയിലൊന്നും തെളിയുന്നില്ല, അതുകൊണ്ട് പോയി CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കപ്പം തോന്നി എന്തോ ഡൗട്ടുണ്ടെന്ന് തോന്നി. ഞാൻ ഉടനെ ഞാൻ എവിടെ പോയാലും എനിക്ക് കാശ് രൂപം തൈലമൊന്നുമില്ലെങ്കിൽ എനിക്കിപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതാണ് എൻ്റെ ബലവ്. അപ്പം ഞാൻ കാലിൻ്റെ മുട്ടയിൽ തന്നെ ഞാൻ തൈലവും തേച്ച് കാശുരൂപം കയ്യിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിൽ കയറി കിടന്നപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എന്നെ ഒരു രോഗിയാക്കി നീ തീർക്കല്ലേ, ഞാൻ നിൻ്റെ ദാസിയാണ്. എനിക്ക് ആ ദൈവവചനത്തെ ജീവിച്ച് എനിക്ക് അനേകരോട് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് അവിടെ ടേബിളിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഏതായാലും CT സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു, അതൊരു ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്നൊരു ഡൗട്ടായിരുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ചിലപ്പം ക്യാൻസർ ആയിരുന്നായിരിക്കും, അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് മാറ്റി തന്നാന്ന് ഞാൻ ഡോക്ടറോട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ 2-മത്തെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുടെ മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി.
അതോടൊപ്പം എനിക്ക് ഒരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കടഭാരത്തിൽ നിന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ച് വരികയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ചെറുതിലെ തൊട്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സൺഡേ സ്കൂളിന് പോവുകയും ദൈവവിശ്വാസത്തിൽ വളരുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം എന്താണ്, ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, വിശ്വാസത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്ക് പോകുവാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ജോലിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 2015-20 ഞാനൊരു വാർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഞാനത് മനസ്സോടെ നിന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ആ ഫീൽഡിൽ പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നില്ല. ഞാനപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഞാൻ അന്നേരത്തേക്ക് അവിടെ അപേക്ഷ വെച്ചപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് ആ സാറിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് ഞാൻ ആരുടെയും കാലെത്താത്ത രീതി ഞാൻ ആ സൈഡിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കാൻ എന്നെ നീ സഹായിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട്. അപ്പോൾ എനിക്കറിയില്ല, കുറേ പേര് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി അവിടെ ലഭിച്ചു. ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ജീവകാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ അനേകരോട് പറഞ്ഞ് കുറേ പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എനിക്ക് കിട്ടുന്നതിലൊരു വീതം ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അനാഥാലയങ്ങളിൽ ചെന്ന് അവരെ കാണുകയും, അതൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അനാഥാലയങ്ങളിൽ ചെന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ 2 സ്നേഹക്കൂടുണ്ട്, പിന്നെ മന്ദിരമുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മരിക്കുന്നവരെയും ആ നിത്യതയിലെത്തുവാൻ വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഭവനമായിട്ട് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ജീവിതം ഈ ലോകത്തിൽ എനിക്ക് മതി എന്നാണ് ഞാൻ എൻ്റെ ദൈവമാതാവിനോടും എൻ്റെ യേശുപ്പച്ചനോടും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി എൻ്റെ മോക്ക് കൊടുക്കാം, ബാക്കി സാക്ഷ്യം മോള് പറയുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, എൻ്റെ പേര് ജസ്ന ജോസഫ്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. ഞാൻ 17/8/2024 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ 2022 ഞാൻ LLBക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2022 ജോയിൻ ചെയ്ത സമയത്തിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് 2 തവണ റിജക്റ്റ് ആയിപ്പോയി. ആദ്യം എൻ്റെ അമ്മേനെ വെച്ചിട്ട് രോമിനിയാക്കി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മച്ചിയുടെ ഒരു ഇഷ്യൂ കാരണം അത് റിജക്റ്റ് ആയിപ്പോയി. രണ്ടാമത് ഞാൻ എൻ്റെ അച്ചാച്ചനെ വെച്ച് ചെയ്തു, അതും റിജക്റ്റ് ആയിപ്പോയി. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലിങ്ങനെ കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, വേറെ ആരെങ്കിലും നോമിനി ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോമിനി ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു, ഇത് ഓക്കെ ആകും, വെയിറ്റ് ചെയ്യും, നമുക്ക് ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഓൺലൈൻ മണി ആപ്പ് വഴിയിട്ട് ഞാനൊരു കുറച്ച് പൈസ ലോണാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് അടയ്ക്കാഞ്ഞുകൊണ്ട് എൻ്റെ സിബിൽ സ്കോർ അങ്ങ് കുറഞ്ഞു പോയി. എനിക്ക് 700 എബോ എനിക്ക് സിബിൽ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോൺ അടയ്ക്കാതെ പോയി എനിക്ക് 600 താഴെയായിപ്പോയി എൻ്റെ സിബിൽ സ്കോർ. അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ റിജക്റ്റ് ആയി. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ മണി ആപ്പ് വഴി എടുത്ത ലോൺ ആയിട്ടും അത് അടയ്ക്കാത്തതായിട്ടും എനിക്കിനി സിബിൽ സ്കോർ കൂടാനായിട്ട് 1, 2, 3 വർഷമൊക്കെ എടുക്കും, എനിക്ക് എന്തായാലും അത് കൂടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും കൂടെ പോയി. പക്ഷേ എങ്കിലും രണ്ടാമതൊരു പുതുക്കാൻ വന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ നിയോഗം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞു ഞാൻ നിയോഗം ഒന്നും കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാനിവിടെ ചേച്ചിക്ക് പുതുക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ നിത്യാരാധനയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം
എൻ്റെ മനസ്സിലിങ്ങനെ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, സിബിൽ സ്കോർ ചെക്ക് ചെയ്യൂ, നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാമല്ലോ, സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമെന്ന് എനിക്കിങ്ങനെ മനസ്സിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. ഞാൻ അപ്പം തന്നെ എൻ്റെ ഫോൺ എടുത്ത് സിബിൽ സ്കോർ ചെക്ക് ചെയ്ത സമയത്ത് 640 കിടന്ന് എൻ്റെ സിബിൽ സ്കോർ 760 ഇൻക്രീസ് ചെയ്തു. 2-3 വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്കത് അപ്പം തന്നെ എനിക്കതായി കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ വെച്ചു, 4ാമത് പിന്നെ വെച്ചു. എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ സൈൻ ഇടാനായിട്ട് ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് അവർ പറയുന്നത്, കാരണം നമ്മൾ 2022 വെച്ച ലോണാണ്, അപ്പോൾ എൻ്റെ പല ബില്ലും, ഞാൻ അടച്ച പേയ്മെൻറ്റ് ചെയ്ത പല ബില്ലും ഇൻവാലിഡ് ആയിപ്പോയി, എനിക്കതിൻ്റെ പൈസ ഒന്നും കിട്ടത്തില്ല പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയുള്ളതിന് നോക്കാം, ഇനി 1 വർഷം കൂടെ ഉണ്ട്, ആ വർഷത്തിന് വേണേൽ ഫീസ് 2 സെമസ്റ്റർ കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബില്ലെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത്. അപ്പം അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി തരാൻ പറ്റത്തില്ല, ഓരോ ബില്ല് വെച്ചിട്ട് അടച്ച ആ ഡേറ്റ് വെച്ചിട്ട് കൊണ്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആ പെട്ടെന്ന് കോളേജിൽ നിന്ന് എടുത്ത് തരാനും പറ്റത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ബില്ല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു. ഞാൻ കോളേജിൽ ചെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കോളേജിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞു, അത് ഉറപ്പൊന്നും ഇല്ല, കാരണം ഇങ്ങനെ തരാൻ പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് ലെറ്റർ പാഡിൽ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, എഴുതിക്കൊണ്ട് ബ്രാഞ്ചിൽ കൊടുത്ത സമയത്ത് എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഒരു ലോൺ അവർ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാലും 2-3 ദിവസത്തിനുള്ളിലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തന്നെ എനിക്ക് 4 തവണ റിജക്റ്റ് ആയ ലോണാണ്. എനിക്ക് 4 മണിക്കൂർ കൊണ്ട് മാതാവ് എനിക്കത് സാധ്യമാക്കി തന്നു. അത് എൻ്റെ കഴിവും കൊണ്ടല്ല, കാരണം എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരിക്കലും പാസ്സായി കിട്ടത്തില്ല. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 4 തവണ റിജക്റ്റ് ആവത്തില്ലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. കാരണം എക്സാമിൻ്റെ സമയത്തായിരിക്കും സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ടൈം വരുന്നത്. അപ്പോഴേക്കും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഒത്തിരി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹിച്ചത്. ഞാൻ 2 സെമസ്റ്റർ എനിക്ക് സമാധാനത്തോടെ എക്സാം എഴുതാനായിട്ട് പറ്റി. പിന്നെ ഞാൻ എൻ്റെ LLB എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ക്ലിയർ ആയത്. ഓരോ സെമസ്റ്റർ എക്സാമിന് പോകുമ്പോഴും ഞാൻ കാശ് രൂപം കൊണ്ടാണ് കയറുന്നത്. കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. നെറ്റിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഉപ്പ് എൻ്റെ പോക്കറ്റിൽ എടുത്തിടും. എന്നിട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ ഉപ്പ് ഞാൻ ഇരിക്കുന്നിടത്ത് വിതറും. അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. തൈലം വെച്ച് കുരിശും വരയ്ക്കും. അങ്ങനെ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ LLB എക്സാം 2nd ക്ലാസ്സോടെ പാസ്സായി. ജനുവരിയിൽ ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2025 ജനുവരിയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വന്നത് കൂടിയിട്ട് എനിക്ക് ബാക്ടീരിയയുടെ പ്രസൻസും കിഡ്നി സ്റ്റോണും ഡിറ്റക്റ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് കൊടുക്കുകയും റിപ്പോർട്ടിലെല്ലാം തൈലമെല്ലാം തേച്ച് കൊടുത്തു. അതിൻ്റെ ഒരു ഫലമായിട്ട് നോ ബാക്ടീരിയ എന്ന് പറഞ്ഞ റിസൾട്ട് എനിക്ക് കിട്ടി. അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം, കൃപാസനം പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പള്ളികളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി പള്ളികളിലൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ നമ്മൾ അനാഥാലയങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യും, അവരോട് സംസാരിക്കും, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് അവൻ കാണിച്ച വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതായാലും കഷ്ടത നിറഞ്ഞതായാലും നഷ്ടമായാലും വേദനകളായാലും ദുരന്തങ്ങളായാലും എല്ലാം നമ്മുടെ നന്മയ്ക്കായി ഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾക്കിപ്പോൾ വേദനയാകുന്ന തോന്നുന്ന പല കാര്യങ്ങളും പോലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിരിക്കാം. ഈ മകളും കുടുംബവും റാണി ജോസഫും മകൾ ജസ്ന ജോസഫും നമ്മളോട് ഷെയർ ചെയ്തു. അതുതന്നെയാണ്, വേദനയുടെ നിമിഷങ്ങളിൽ എവിടെ പോകുമെന്ന് വിചാരിച്ച് സാമ്പത്തിക കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് കൃപാസനത്തിലെ പത്രം ഈ മകളുടെ കൈവശം വരുന്നത്. കൃപാസന പത്രം എത്രയോ പേരുടെ ജീവിതത്തിലാണ്
ഒരു പുതിയ പ്രകാശമായി, ഒരു പുതിയ വഴിയായി അവരുടെ ജീവിതത്തിൽ നന്മ വിതച്ച് ഒരു പുതിയ ഭാവി, ഒരു പുതിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ഭാഗമായി മാറുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് അടുത്തുള്ള ഒരു ചേച്ചി വായിച്ചു നോക്കൂ എന്ന് മാത്രമേ പറഞ്ഞോളൂ. ആ നഷ്ടപ്പെട്ട സമയത്ത് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെയാകുമെന്ന് ഓർത്തായിരിക്കാം പത്രം വായിക്കാൻ പറഞ്ഞു. പിന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പുത്തൻ വഴി ഈശോയും അമ്മയും തുറന്നു കൊടുത്തത്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഈശോയും അമ്മയും ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ. ഇളയ മകൾക്ക് LLB പഠിക്കാനും സ്വന്തമായിട്ട് ജോലി ലഭിക്കാനും രോഗസൗഖ്യം ലഭിക്കുകയും ലോണിന് സിവിൽ സ്കോർ ഇൻക്രീസ് ആക്കി കൊടുക്കുകയും ചെയ്ത എല്ലാം ഓരോ കാര്യങ്ങൾ ഇത്രയും വർഷം നടക്കാത്ത കാര്യങ്ങളാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്ത ഉടനടി ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്തു കൊടുത്തത്. ഇതാണ് നമ്മൾ പറയുന്ന വിശ്വാസം, എല്ലാം നന്മയ്ക്കായി എന്നുള്ളൊരു വിശ്വാസം. ഈ മകൾ വിശ്വാസം കൈമാറ്റം ചെയ്യാനും മറന്നില്ല. സ്വന്തം മക്കളെയും മരുമകനെയും എല്ലാവരെയും ഉടമ്പടി ജീവിതത്തിലേക്കാണ് നയിച്ചത്. നമ്മുടെ ജീവിതത്തിലും വേദനയ്ക്കുള്ളിൽ ദൈവം പ്രവർത്തിക്കുമെന്ന വിശ്വാസം നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം നന്മയ്ക്കായി ജീവിച്ച പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി, മഹാപദ്ധതിയിലേക്ക് ചേർന്ന് പ്രവർത്തിച്ചതാണ് അമ്മ. അമ്മയ്ക്ക് എല്ലാം മുൻപേ മനസ്സിലായിരുന്നില്ല, എന്നിട്ടും അമ്മ അത് വിശ്വസിച്ചു. അമ്മ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അമ്മയുടെ ജീവിതത്തെക്കാൾ മുൻഗണന നൽകി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിച്ച് ഇപ്പോൾ വേദനിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നാളെയുടെ നന്മയായി പരിണമിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കാം. റാണി ജോസഫിനും മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഈ സാക്ഷ്യം ഞാൻ പറയാനായിട്ട് വൈകിയതില്ലേ പരിശുദ്ധ അമ്മയോടും ഈശോയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ പേര് സ്റ്റെൻസിലാസ്. ഞാൻ നെയ്യാറ്റിൻകര രൂപത വ്ളാത്താങ്കര സ്വർഗാരോപിത മാത ഫൊറോന ദേവാലയ അംഗമാണ്. 2020 ജനുവരി 12 ഞാൻ ഉടമ്പടി എടുത്തത്. ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് അവയുടെ കാരണങ്ങൾ എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ, പിന്നീട് അത് പറയുന്നതായിരിക്കും. ഏറ്റവും ഒടുവിലായിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തിനകത്ത് എനിക്ക് ലഭിച്ച 2 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിലൊന്ന്, ഏതാണ്ട് 39 വർഷമായിട്ട് ബൗണ്ടറി തിരിക്കാൻ സാധിക്കാതെ വളരെ വിഷമത്തിലായിരുന്നു. ആ കാര്യം ഞാൻ നിയോഗത്തിൽ വയ്ക്കുകയും വിശുദ്ധ വസ്തുക്കൾ ആ വസ്തുവിലിടുകയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ 6 മാസത്തിനകത്തേ ആയുള്ളൂ. അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ബൗണ്ടറി തിരിച്ച് ക്ലിയറാക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്, ഏതാണ്ട് 12-13 വർഷമായിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ വളപ്പിൽ വെട്ടിയതായ കിണറിലെ വെള്ളം ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല. മറ്റു ഒന്നുമല്ല, വെള്ളം അതിൽ നിലനിൽക്കില്ല, അത് വാർന്നു പോകും, അല്ലെങ്കിൽ താണു പോകും. 2 അടി വെള്ളം പോലും കിട്ടില്ല. അങ്ങനെ അത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. പിന്നീടാണ് നിയോഗത്തിൽ വെച്ചതും വിശുദ്ധ ഉപ്പും തേനും തൈലവുമൊക്കെ അതിൽ നിക്ഷേപിച്ച് ഏതാണ്ട് 9 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോഴേതാണ്ട് 15 അടിയിലധികം വെള്ളമുണ്ട്, ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നു. അതിന് നന്ദി പറയുന്നു ഈശോയ്ക്ക്. ആദ്യ കാലഘട്ടത്തിൽ ഉടമ്പടിയിൽ ഞാൻ ചെയ്തിരുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, വ്യക്തിപരമായ നിയോഗങ്ങൾ നേടുന്നതിനേക്കാൾ ഉപരി ഒരു കത്തോലിക്ക വിശ്വാസി എന്നുള്ള നിലയ്ക്ക്
മറ്റ് ചില മേഖലകളിലേക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ആ കാലഘട്ടത്തിലെ ചുറ്റുപാടുകൾ വെച്ച്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയെയും കേരള സഭയെയും ഭാരത സഭയെയും പ്രത്യേകിച്ച് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇടവകയെയും നിയോഗത്തിൽ വെച്ചു. അതിൻ്റേതായ ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ടും സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൂടാതെ ഞാൻ വച്ചിരുന്നത് കത്തോലിക്ക വിശ്വാസികളാണെങ്കിൽ പോലും പരിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണമോ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തമോ ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരെയാണ്. അവരെയും എനിക്കറിയാമെന്നുള്ളവരോട് സംസാരിക്കുകയും അവരുടെ പേരുകൾ ഉൾപ്പെടെ തന്നെ ഞാൻ ഈ നിയോഗത്തിൽ വയ്ക്കുകയും ചെയ്തു. അല്ലാതെ പൊതുവേയും അവരെ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുംഭസാരവും കുർബാനയും ഇല്ലാതെ നടക്കുന്ന കുറേ ആൾക്കാർ, ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവരോട് സംസാരിക്കാനും അവരുടെ പേരുകളൊക്കെ നിയോഗത്തിൽ വയ്ക്കാനായിട്ടും സാധിച്ചു. ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ടും സാധിച്ചു. പലരും ഇപ്പോഴും പള്ളിയിൽ കൃത്യമായിട്ടൊക്കെ വരുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. ഇത് പോയിട്ട് ഞാൻ ഈ ഉടമ്പടിയെ എനിക്ക് ആധികാരികമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത് യാക്കോബ് കണ്ട ഗോവണിയായിട്ടാണ്. നമ്മുടെ വിശ്വാസത്തിൽ ദൈനംദിനം നമ്മൾ പങ്കുകൊള്ളുന്ന പരിശുദ്ധ ദിവ്യബലി, വിശുദ്ധ കുർബാന സ്വീകരണം, വചനവായന, അതുപോലെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നാം അറിയാതെ തന്നെ ധാരാളം ദണ്ഡവിമോചനങ്ങൾ സഭയുടെ അനുഗ്രഹത്തിൻ്റെ ചാനലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതും ഇന്നും ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നതും. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ മലയാളം തമിഴ് പത്രങ്ങൾ വാങ്ങി തമിഴ്നാടിൻ്റെ ബോർഡറിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അല്ലാതെ മലയാളം നമ്മുടെ എൻ്റെ ചുറ്റുപാടിലല്ല, കുറേ കൂടെയൊക്കെ അകന്ന് ഈ പത്രം കിട്ടാൻ സാധ്യതയില്ലാത്ത മേഖലകൾ നോക്കി കൊടുക്കുന്നുണ്ട്. അതുപോയിട്ട് ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഒരു വൃദ്ധസദനത്തിൽ പോയി അവരോടൊപ്പം ഒത്തിരി സമയം ചെലവഴിക്കും. പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന കാര്യം, അവർക്ക് ആഹാരം വാരി കൊടുക്കുന്നത്, കൊണ്ടുപോയി ഇരുത്തുന്നത്, വീൽ ചെയറിൽ എടുത്ത് കിടത്തുന്നത്, പിന്നെ അവരോടൊപ്പം ഒത്തിരി സമയം സംസാരിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അവരുടെ ആദ്യകാലത്തൊക്കെ ഒരുപാട് കരച്ചിലൊക്കെ കേൾക്കാനിടയായി, സങ്കടങ്ങളും. പിന്നീട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. 16-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്റ്റെൻസിലാസ് എന്ന ഈ സഹോദരൻ്റെ വളരെ ആധ്യാത്മികത നിറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് യൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. വളരെ സങ്കടപൂർവമായ ഒരു കാര്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. 39 വർഷമായിട്ടുണ്ടായിരുന്ന വളരെ ഭാരപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവമായിരുന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് അദ്ദേഹം ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഒരു വീടിന്, അവരുടെ സ്ഥലത്തിന് ബൗണ്ടറി കെട്ടുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ഈശോ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്ന ഒരു നല്ല അനുഭവ സാക്ഷ്യമാണിത്. അദ്ദേഹം തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന കിണറിൽ വെള്ളം വറ്റിപ്പോകുന്ന, വാർന്നു പോകുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥ, അതിൽ അദ്ദേഹം വിശുദ്ധ ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നുവരെയും ആ കിണറ്റിൽ ഒരിക്കലും വെള്ളം വറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു.
അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം 100 മേനി വിളവ് കൊയ്യാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ നാം 30 മേനി വിളവ് കൊയ്യുന്നവരായിരിക്കും. 60 മേനി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശയുള്ള ജീവിതമായിരിക്കും. അവർക്കെല്ലാം ലഭിച്ചു, എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് പറയുന്നത് 30 മേനിയിൽ വിളവ് പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷേ 60 മേനിയിൽ അവർ പ്രതീക്ഷിക്കുന്നത് എനിക്കുള്ളത് എൻ്റെ ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് 60 മേനി. ഇവിടെ സ്റ്റാൻസ്ലാവസ് എന്ന സഹോദരൻ 100 മേനി വിളവ് കൊയ്യുക, എൻ്റെ ഇനി ഭൗതികമായ നിയോഗങ്ങളൊന്നുമില്ല, എനിക്ക് ഇനി ഈശോ മാത്രം മതി, എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ മാറ്റിമറിച്ചു, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ഈശോയെ അറിയാത്തവർക്ക് വേണ്ടിയും ഈശോയെ അംഗീകരിക്കാത്തവർക്ക് വേണ്ടിയും ഈശോയെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്ക് വേണ്ടിയുമെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിത്യതയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണെന്നുള്ള ഒരു വലിയ ആധ്യാത്മിക നിറവോടുകൂടിയാണ് അദ്ദേഹം ഈ സാക്ഷ്യയോടെ ഏറ്റുപറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മെ ഓരോരുത്തരെയും ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോ കൈപിടിച്ച് നടത്തുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുന്നതും അത് ആവശ്യമില്ലാതെ ആയി മാറുന്ന ഒരു പ്രയോറിറ്റി ഇല്ലാതെയായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാൻസ്ലാവസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം.